സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നവോദയ സൈനിക് സ്കൂൾ സെലക്ഷൻ ടെസ്റ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അത് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ്. If the goods is sold at a profit, how cost price and selling price is calculated? പ്രോഫിറ്റിനാണ് വിൽക്കുന്നതെങ്കിൽ എങ്ങനെയാണ് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കണം. കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു SP ഇൻറ്റു 100/100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. അതായത് സെയിൽ പ്രൈസിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് തന്നിരിക്കും, സെയിൽ പ്രൈസ് തന്നിരിക്കും. അപ്പോൾ സെയിൽ പ്രൈസിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്ത് 100 കൂടി പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് കോസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. ഈ സെയിൽ പ്രൈസ് കാണാൻ വേറൊരു ഇക്വേഷനാണ്. സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു ഇവിടെ എസ് പിയുടെ സ്ഥാനത്ത് CP ആണ് എടുക്കേണ്ടത് സെയിൽ പ്രൈസ് കാണാൻ. കോസ്റ്റ് പ്രൈസും പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും തന്നിരിക്കും. അപ്പോൾ SP കാണാൻ SP ഈസ് ഈക്വൽ ടു CP ഇൻറ്റു 100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ബൈ 100. അപ്പോൾ CP കാണാൻ 100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. SP കാണാൻ 100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്കിതൊരു ക്വസ്റ്റ്യനിൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. എ ഷർട്ട് വാസ് സോൾഡ് അറ്റ് 25% ഗെയിൻ ഫോർ ₹2,500. അതായത് 2,500-ന് ഈ ഷർട്ട് വിറ്റപ്പോൾ, അപ്പോൾ സെയിൽ പ്രൈസ് 2,500 ആണ്. വിറ്റപ്പോൾ എത്ര ഗെയിൻ ഇവിടെ കിട്ടിയത്? ഗെയിൻ 25% ആണ് ഇവിടെ ഗെയിന്. 2,500 വിറ്റപ്പോൾ ദ ഗെയിൻ ഈസ് 25%. ദെൻ വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം CP കാണാൻ ഇക്വേഷൻ ഇട്ട് ചെയ്യുക. CP ഈസ് ഈക്വൽ ടു SP ഇൻറ്റു 100/100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന വിവരങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു ₹2,500. ദെൻ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഗെയിൻ പെർസെൻറ്റേജും പ്രോഫിറ്റ് പെർസെൻറ്റേജും ഒന്ന് തന്നെയാണ്. ഗെയിൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 25%. ദെൻ CP ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് എഴുതാം. CP ഈസ് ഈക്വൽ ടു SP ഇൻറ്റു 100/100 SP ഇൻറ്റു 100/100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. SP ഇൻറ്റു 100/100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇരുപത്തി കൂട്ടുക. അപ്പം നോക്കിയേ, നമ്മൾ SP ഇവിടെ എത്രയാണ്? 2,500 ഈസ് ഈക്വൽ ടു 2,500 ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് 25 ഇൻറ്റു 100/100 പ്ലസ് 25. അപ്പോൾ എത്ര വരും? 2,500 ഈസ് ഈക്വൽ ടു 2,500 ഇൻറ്റു 100/125. 100-നോടുകൂടി 25 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 125. ഇനി നമുക്ക് ഈ 125-നെ 25 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 100-24 പ്രാവശ്യം, 120-25 5 പ്രാവശ്യം. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ 25-ൽ ഈ 5 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കാം. ടേബിളിൽ നോക്കിയാൽ മതി. 5 5s are 25. എത്ര 0 രണ്ടെണ്ണം കയറ്റി എഴുതുക. 500 ഇൻറ്റു 4 ആണ് ലാസ്റ്റ് നമുക്ക് വരുന്നത്. 500 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 20. 2 0 കൂടെ ചേർത്ത് കഴിയുമ്പോൾ 2,000 കിട്ടും. അപ്പം കോസ്റ്റ് പ്രൈസ് ഇവിടെ എത്രയാണ്? കോസ്റ്റ് പ്രൈസ് 2,000 വരും. ഇനി നമുക്ക്, ഇപ്പം നമ്മൾ CP കാണാനുള്ളൊരു ക്വസ്റ്റ്യനാണ് ചെയ്തത്. നമുക്ക് SP കാണാനുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. 2 ഇക്വേഷനാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ SP കാണാനുള്ള ഒന്നും കൂടി ചെയ്യും. മോന ബോട്ട് എ ഷർട്ട് for ₹860. ഇവിടെ ഈ ഷർട്ട് വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 860ക്കാണ് ഈ ഷർട്ട് വാങ്ങുന്നത്.
അപ്പം അവിടെ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 860 ആൻഡ് സോൾഡ് ഇറ്റ് അറ്റ് എ ഗെയിൻ ഓഫ് 15%. അപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഗെയിൻ പെർസെൻറ്റ് ഈസ് ഈക്വൽ ടു 15%. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സെല്ലിംഗ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. SP ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം സെല്ലിംഗ് പ്രൈസ് കാണാൻ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ SP ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു CP ഇൻറ്റു 100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. CP ഇൻറ്റു 100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ബൈ 100. ഇനി നമുക്ക് ചെയ്യാം. ഇവിടെ എത്രയാ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്? 115 ആണല്ലേ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ഇപ്പം എങ്ങനെ വരും? 860 ഇൻറ്റു 105 അല്ലേ? 100നോടുകൂടി 15 കൂട്ടുക. അല്ലെങ്കിൽ അത് ഞാൻ സ്റ്റെപ്പ് ഒന്നിട്ട് കാണിച്ചു തരാം. 100 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 860 ഇൻറ്റു 115 ബൈ 115 ബൈ 100. അപ്പം നമുക്ക് ഈ പൂജ്യം കൂടെ കട്ട് ചെയ്യാം. ഇനി 10നെ നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം 2 പ്രാവശ്യം. ഇനി ഇതിൽ 115 എത്ര? 5 നോക്കുക. 11 2 പ്രാവശ്യം. ബാക്കി 5 2 10. ബാക്കി റിമൈൻഡർ 1 അവിടെ ഇപ്പുറത്തോട്ട് കൂട്ടും 15 കിട്ടും. അപ്പോൾ ഈ 15 3 ടൈംസ് 23 വരും. 15 3 ടൈംസ്. ഇനി ഈ 86നെ നമുക്ക് വീണ്ടും കട്ട് ചെയ്യാം. 86നെ വീണ്ടും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? വെയ്റ്റിൽ 4, 3ൽ 3 ടൈം, 6ൽ 3 ടൈംസ് 43 വരും. 43 വരും. ഇനി 43 ഇൻറ്റു 23. 43യും 23യും കൂടി ഇൻറ്റു ചെയ്തെടുക്കുക. 43 ഇൻറ്റു 23. 3 3 സാർ 9, 4 2 3 സാർ 12, 3 2 സാർ 6, then 8. അപ്പം 989 അതാണ് 989 ആണ് ഇവിടെ ആൻസർ വരുന്നത്. 989. അപ്പം നോക്കുക, സെല്ലിംഗ് പ്രൈസ് കാണാനും അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ ഇട്ടാണ് ഞാൻ ചെയ്തത്. വീണ്ടും നമ്മൾ ചെയ്ത് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സുമായിട്ട് മോഡൽ ക്വസ്റ്റിനായിട്ട് അടുത്ത ക്ലാസ്സിൽ എത്തുന്നതായിരിക്കും.